വിശ്വാസം സൗഖ്യമാകുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് രക്തസ്രാവക്കാരത്തെ കർത്താവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അവൾ സൗഖ്യമായി എന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞത്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സൗഖ്യമായി സമാധാനത്തോടെ സ്വസ്ഥമായി പോകാൻ അവളോട് കൽപ്പിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. സ്ത്രീയെ, വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞത്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഭർത്തിയുമായി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ, കർത്താവെ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ കരഞ്ഞപ്പോൾ അവനെ അടുക്കൽ വിളിച്ച് അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു? റബ്ബൂനി, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞത്, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം സൗഖ്യത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുക. എബ്രായ ലേഖനം 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. കർത്താവ് പ്രസാദിച്ചു എങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് സൗഖ്യം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും ആവശ്യം കർത്താവിലുള്ള വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പറയുന്നു, ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവന് ദൈവം ഉണ്ട് എന്നും അവൻ്റെ അടുത്ത് വരുന്നവന് പ്രിയപ്പെട്ടവരെ, പ്രതിഫലം ലഭിക്കും എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അങ്ങനെ കർത്താവിൽ വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കുന്നതാകുന്നു ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകം 17:14 പറയുന്നു, കർത്താവെ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ ഞാൻ സൗഖ്യമാകും. കർത്താവെ, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷ പ്രാപിക്കും. അപ്പം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, പ്രിയപ്പെട്ടവരെ, സൗഖ്യവും രക്ഷയും ഒന്നിച്ചു പോകുന്ന അനുഭവമാണ്. സൗഖ്യത്തോടു കൂടിയ രക്ഷയും രക്ഷയോടുകൂടിയ സൗഖ്യവും രക്ഷയും രണ്ടും ഒന്നിച്ചു നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ അടുത്ത് വന്നാൽ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല, സൗഖ്യം തരുക തന്നെ ചെയ്യും. ലൂക്കോസിൻ്റെ സുവിശേഷം 6:19 പറയുന്നു, ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകയാൽ എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ രോഗികളും, പ്രിയപ്പെട്ടവരെ, മാറാ രോഗങ്ങളും അതുപോലെ തന്നെ സൗഖ്യമാകുവാൻ സാധിക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് തള്ളിയ രോഗികളാണെങ്കിലും അവരെ സൗഖ്യമാക്കുവാൻ ഈ നസ്രയനായ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.